ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിസ് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് എടുത്ത് 2 ട്രേഡ്സ് നമുക്കിപ്പോൾ അടുപ്പിച്ച് ഒരു 2 ട്രേഡ്സ് എസ് എൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനെ വരാറുള്ളത്, നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് 2 ട്രേഡ്സ് എസ് എൽ വരാറുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും, നമുക്കൊരു 2 ട്രേഡ്സ് അത്യാവശ്യം എസ് എൽ വന്നിട്ടുണ്ട്. ഒരു 700 പോയിൻറ്റ് എസ് എല്ലും അതുപോലെ തന്നെ ഒരു 650 പോയിൻറ്റ് എസ് എല്ലും. ഈ ഒരു 2 പോയിൻറ്റ്സ് നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു $1,400 നമുക്ക് ഓൾറെഡി ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മറ്റ് ട്രേഡ്സൊക്കെ ഓൾറെഡി പ്രോഫിറ്റുകളായിരുന്നു. കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് ഏകദേശം 15 ദിവസമായിട്ടുണ്ട്. ബാക്കി 15 ദിവസം നമ്മളത് ഓൾറെഡി ഈ എസ് എൽ ഒന്നൊക്കെ ഓൾറെഡി കവർ ചെയ്യുന്നതാണ്. ഓൾറെഡി നമുക്കിപ്പം അതിന് ചെറിയൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് 1 അവറിൽ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓൾറെഡി നമുക്ക് ഏകദേശം നിയറസ്റ്റ് 4 അവർ സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ട്രേഡ്സ് ഒന്നും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് 1 അവർ സപ്ലൈ സോൺ ആയിരുന്നു. ഈ കാണുന്ന സോൺ നമ്മൾ ഈ 1 അവർ സപ്ലൈ സോണിലാണ് ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ട്രേഡ് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് അഗ്രസീവ് ബൈങ് എന്നതിന് ശേഷം നമ്മുടെ ആ ഒരു 1 അവർ ഫെയിലാക്കി. ഓൾറെഡി 1 അവർ ഈ ഒരു സോണിലേക്ക് നമ്മൾ ഈ ഒരു 59,000 റേഞ്ചിലേക്ക് 1 അവർ ഓൾറെഡി ഡിമാൻഡ് വന്നിരിക്കുകയാണ്. സ്റ്റിൽ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഈ 4 അവറിൽ മാർക്കറ്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഓൾറെഡി ഈ 4 അവർ സപ്ലൈ സോണിൽ മാർക്കറ്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നുള്ള വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇനി ഒരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു പുഷ് ശേഷം ഇവിടുന്ന് ഈ ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യും എന്നാണ് നിലവിൽ നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് 1 അവറിൻ്റെ ഈ ഒരു ഏതെങ്കിലും ഡിസ്കൗണ്ട് സോണിൽ മാർക്കറ്റ് കിട്ടിയാൽ നമ്മൾ അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബുള്ളിഷ് ട്രേഡ് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ 4 അവർ സപ്ലൈ ബ്രേക്ക് ചെയ്യും എന്നാണ്. അവിടെ നിലവിൽ നമ്മൾ ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് ഷോർട്ട് അല്ലെങ്കിൽ സെൽ സൈഡ് ട്രേഡ്സ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ അതിന് മുൻപ് മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മളൊരു ട്രേഡ്സിനെയും പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയതിന് ശേഷം നമ്മൾ ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി ഈ ഒരു പുൾ ബാക്ക് നമ്മൾ ഓൾറെഡി പിടിക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാലും നമ്മൾ വ്യൂ ഓൾറെഡി നമുക്ക് ഷോർട്ട് ടൈം ഫ്രെയിം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഈ ഒരു സോണൂടെ ബ്രേക്ക് ചെയ്താൽ ബിറ്റ്കോയിൻ ഏകദേശം ബുള്ളിഷായി നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് 58 49 റേഞ്ച് ആയിരുന്നു. അവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത്. 1 അവറിൽ ഓൾറെഡി സ്ട്രക്ചർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റിൽ നമ്മൾ താഴത്തേക്ക് തൽക്കാലം ഇപ്പോൾ നോക്കുന്നില്ല. ഈ 4 അവറിലെ പ്ലാൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഈ 4 അവർ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ വ്യൂ മാർക്കറ്റ് ഈ ഒരു സോൺ 77,000 റേഞ്ച് വരെ 77,000 വരെ മാർക്കറ്റ് ബുള്ളിഷ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയ്ക്കുള്ള ഈ ലിക്വിഡിറ്റി സോൺ നമ്മൾ ഓൾറെഡി നോക്കും. ഈ ഒരു ലിക്വിഡിറ്റി സോണുകളിലും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കും. സ്റ്റിൽ ഈ ഒരു 4 അവർ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മുടെ വ്യൂ 77,000 ആയിരിക്കും. നമ്മൾ ലോങ്ങിലേക്ക് ഒരു ട്രേഡ്സുകൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സ്വിംഗ് ഒക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ക്രിപ്റ്റോയിൽ സ്വിംഗ് ഒക്കെ ട്രേഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഇപ്പം നിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 30% വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എക്സാക്റ്റ് ഡിപ്പിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയും കൂടെ ആഡ് ചെയ്യാം. അതല്ല 4 അവർ ബ്രേക്ക് ചെയ്താൽ അടുത്ത പുൾ ബാക്കിൽ നിങ്ങൾക്ക് ഓരോ പോർഷൻ വീതം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വിങ്ങിന് വേണ്ടിയിട്ട് കോയിൻസ് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്ന് ട്രേഡ്സുകളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ട്രേഡ്സിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു പുൾ ബാക്ക് ഓൾറെഡി നമ്മൾ ട്രേഡ്സ് ആക്കുന്നില്ല. അവിടെ മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്ക് നമ്മൾ അത്യാവശ്യം താഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ലിക്വിഡിറ്റി സോൺ മാർക്ക് ചെയ്തതിന് ശേഷം എവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നതായിരിക്കും. നമ്മുടെ ട്രേഡ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഞങ്ങൾ പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മളിടുന്ന ട്രേഡ്സുകൾ ഓൾറെഡി അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നോക്കിയതിന് ശേഷം പുതിയ ട്രേഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.